വാർത്തകൾ വിശദമായി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കോഴിക്കോട് വലിയങ്ങാടിയിൽ വീണ്ടും അപകടം. സ്വകാര്യ സ്ഥാപനത്തിന്റെ സൺഷെയ്ഡാണ് തകർന്നു വീണത്. ആർക്കും പരിക്കില്ല. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നു. റിയാസ്, ഈ ഒരു വലിയങ്ങാടിയിൽ ഒരു അപകടമുണ്ടായി. ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് മറ്റൊരു അപകടം കൂടി ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വിവരം. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് വലിയങ്ങാടിയിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം തകർന്ന് കഴിഞ്ഞ ദിവസം 4 പേർ മരിച്ചിരുന്നു. ആ അപകടം നടന്നതിന്റെ ഏതാനും മീറ്ററുകൾ അകലെ, ഒരു 1/2 കിലോമീറ്ററോളം അകലെയാണ് ഈ ഒരു സംഭവം നടന്നത്. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് ഇത്. ഉമ്മർ എന്ന ആളുടെ വാടിയിൽ ലൈനിൽപ്പെട്ടിട്ടുള്ള, വലിയങ്ങാടി വാടിയിൽ ലൈനിൽപ്പെട്ടിട്ടുള്ള ഉമ്മർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ സൺഷെയ്ഡാണ് തകർന്ന് വീണത്. അതിന്റെ ഒരു കഷ്ണം താഴേക്ക് പതിക്കുകയും ചെയ്തു. എന്നാൽ സൺഷെയ്ഡ് പൂർണ്ണമായും തകർന്ന് വീഴാത്തത് വലിയൊരു ഭാഗ്യമാണ്. മറ്റൊന്ന്, ഈ കെട്ടിടത്തിനകത്ത് 30ഓളം ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു താമസിച്ചു വന്നിരുന്നത്. അവരെ സംബന്ധിച്ച് അവർ രാവിലെ തന്നെ ജോലിക്ക് പുറപ്പെടുന്ന ആളുകളായതിനാൽ ഈ അപകട സമയത്ത് സംഭവ സ്ഥലത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി. അതുകൊണ്ട് തന്നെ ആർക്കും പരിക്കില്ല, ആളപായം ഒഴിവാകുകയും ചെയ്തു. നേരെ മറിച്ച് അത് രാത്രിയിലോ മറ്റോ ആയിരുന്നെങ്കിൽ ഒരു വലിയ ദുരന്തം ഉണ്ടാകുമായിരുന്നു. സാധാരണ ജോലി കഴിഞ്ഞ് വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ സൺഷെയ്ഡിന്റെ താഴെ ഉള്ള തണലിലെല്ലാം തന്നെ വിശ്രമിക്കാനിരിക്കുകയും വൈകുന്നേരങ്ങളിൽ അവർ വിനോദത്തിനായി ഒക്കെ ചെലവഴിക്കുന്ന സമയമാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആ ഒരു സ്ഥലത്താണ്, ഈ സ്ഥലത്തെ സൺഷെയ്ഡാണ് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആരുമില്ലാത്തതിനാൽ വലിയ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഇവിടെയുള്ള താമസക്കാരോട് ഒഴിയാൻ കോർപ്പറേഷൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ദുരന്തം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഇത് കാലപ്പഴക്കത്തെ തുടർന്നാണ് ഈ ഒരു കെട്ടിടത്തിന്റെ സൺഷെയ്ഡ് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് അവിടെ ആ സമയത്ത്, അപകട സമയത്ത് ഉണ്ടായിരുന്ന ദൃക്സാക്ഷികൾ വ്യക്തമാക്കിയത്. സ്വകാര്യ സ്ഥാപനത്തിന്റെ സൺഷെയ്ഡാണ് തകർന്നു വീണത്. ഏതായാലും അപകടത്തിൽ ആർക്കും പരിക്കില്ല. റിയാസ് KM വിവരങ്ങൾ നൽകിയത്.